ജപ്പാനിലെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള 3 ഗാർഡനിൽ ഒന്നായിട്ടുള്ള കെൻറോക്കു എൻ എന്ന് പറയുന്ന ഗാർഡനാണ് ട്ടോ ഈ കാണുന്നത്. ഫുൾ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണത്തെ വിന്ററിൽ ഞങ്ങൾ ട്രിപ്പ് വന്നിട്ടുള്ളത് കനാസാവ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയാണ് ഈ ഗാർഡൻ ഉള്ളത്. ഇത് ഒത്തിരി വലിയ ഗാർഡനാണ്. ഇതിന് 7ഓ 8ഓ ഗേറ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് അതുവഴിയൊക്കെ എൻട്രി ചെയ്യാൻ പറ്റും. ഞങ്ങള് ഒരു ദിവസം തന്നെ ഒയാമ ഷ്രൈനും കണ്ടിട്ട് അവിടുന്ന് കനാസാവ കാസിലും കണ്ട് നേരെ ഈ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ദിവസം കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. മഞ്ഞ് കാരണം കുറേ സ്ഥലത്ത് ബ്ലോക്ക് ഒക്കെ ഉണ്ടായതുകൊണ്ട് ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. 5 മണിക്ക് ഗാർഡൻ ക്ലോസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് കാണാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചൊരു ഏരിയ ഒക്കെ കാണാൻ പറ്റിയുള്ളൂ. ഫുള്ള് കാണാത്തതിന്റെ വിഷമം ഉണ്ടെങ്കിലും കണ്ടതൊക്കെ അത്രയധികം മനോഹരമായിരുന്നു. കനാസാവ സ്റ്റേഷന്റെ തൊട്ടടുത്തായിരുന്നു ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഏകദേശം നമുക്ക് 10 മിനിറ്റേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. ലൂപ്പ് ബസ് ഒരുപാട് കിട്ടും. വേണമെങ്കിൽ ടാക്സിക്കൊക്കെ നമുക്ക് വരാൻ പറ്റും. തൊട്ടടുത്താണ്. ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് തന്നെയാണ് ഒയാമ ഷ്രൈനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ക്രോസ് ചെയ്തിട്ടാണ് കനാസാവ കാസിലും കണ്ട് നേരെ ഈ ഗാർഡനിലോട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ഇടയ്ക്കൊക്കെ റൂട്ട് മാപ്പ് ഒക്കെ കിട്ടും. നമുക്ക് ഈസി ആയിട്ട് നടന്നു വരാവുന്നേ ഉള്ളൂ. ഒരു ദിവസം കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് കവർ ചെയ്ത് കാണാൻ പറ്റും. ഞങ്ങൾ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഗാർഡനകത്തോട്ട് നമുക്ക് എൻട്രി ഫ്രീ അല്ല. ടിക്കറ്റിന് ഒരാൾക്ക് 320 yen ആണ് വരുന്നത്. 5 മണിക്ക് ഗാർഡൻ ക്ലോസ് ചെയ്യും. അതിനുശേഷം രാത്രി ലൈറ്റ് അപ്പ് ഉണ്ട്. ആ സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് കയറാൻ പറ്റും. ഞങ്ങൾ വന്ന അന്നത്തെ ദിവസം രാത്രി ഇവിടെ ലൈറ്റ് അപ്പ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. പകല് ഞങ്ങൾക്ക് ഇത് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. രാത്രി ഞങ്ങൾ കുറെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ വേറെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ജപ്പാനിലെ ഫേമസ് ആയിട്ടുള്ള 3 ഗാർഡനിൽ ഒന്നാണ് ഇതെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ഇതിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരിക്കും എന്നുള്ളത്. ഇതിനകത്ത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കുളങ്ങളും ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറെ ഹിൽസും ഐലൻഡ്സും ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. വിന്ററിൽ കനാസാവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് യുക്കിസുരിയാണ്. യുക്കിസുരി എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ പലയിടത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചില മരങ്ങളുടെയൊക്കെ സൈഡിലോട്ട് കുറെ കയർ ഇങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുന്നത്. ദേ ഈ കാണുന്ന പോലെ. ഇതിനെയാണ് യുക്കിസുരി എന്ന് പറയുന്നത്. വിന്റർ സമയത്ത് നന്നായിട്ട് മഞ്ഞ് പെയ്യുന്ന സ്ഥലമാണല്ലോ ഇവിടെ. അപ്പൊ അങ്ങനെ മഞ്ഞ് പെയ്യുന്ന സമയത്ത് ചെടികളുടെ കൊമ്പിലൊക്കെ നന്നായിട്ട് മഞ്ഞ് ഇരിക്കുന്ന സമയത്ത് വെയിറ്റ് താങ്ങാൻ പറ്റാണ്ട് അത് പൊട്ടിപ്പോകും. അങ്ങനെ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കയറ് വെച്ചിട്ട് ഇങ്ങനെ ഒരു കോൺ ഷേപ്പിൽ വലിച്ചു കെട്ടുന്നത്. ആ വലിച്ചു കെട്ടുന്നതിനെയാണ് യുക്കിസുരി എന്ന് പറയുന്നത്. പറയുന്ന അത്ര സിമ്പിൾ ഒന്നും അല്ല കേട്ടോ. ഇതിനകത്തൊക്കെ ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. ഈ ഗാർഡനകത്തെ ഫേമസ് ആയിട്ടുള്ള കൊത്തോജി തോരോ എന്ന് പറയുന്ന ലാന്തനാണ് കേട്ടോ ഈ കാണുന്നത്. തൊട്ടിപ്പുറത്ത് ഒരു പോണ്ടൊക്കെ ഉണ്ട്. ഈ പോണ്ട് ഏകദേശം മുക്കാ ഭാഗം ഫ്രീസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ പോണ്ടിന്റെ തൊട്ടിപ്പുറത്തായിട്ട് കണ്ടില്ലേ, കുറെ യുക്കിസുരി ചെയ്തു വെച്ചിട്ടുള്ള പൈൻ ട്രീസ് ഉണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഫേമസ് ആണ് ഇവിടെ. യുക്കിസുരി ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ കുറെ അവൈലബിൾ ആണ്. നടുക്ക് നന്നായിട്ടുള്ള ഒരു കമ്പ് പോലെ വെച്ചിട്ടുണ്ടായിരിക്കും. അതിന്റെ ചുറ്റുമാണ് ഇങ്ങനെ ഓരോ ബ്രാഞ്ചസിലോട്ടും ഇതുപോലെ കയറ് വലിച്ചു കെട്ടുന്നത്. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. അപ്പൊ നന്നായിട്ട് മഞ്ഞ് പെയ്യുന്ന സമയത്ത് അതിനകത്ത് മഞ്ഞ് നിന്നാലും വെയിറ്റിലൊന്നും പൊട്ടിപ്പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു ഗാർഡനിൽ മാത്രമല്ല കേട്ടോ, കനാസാവയിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇത് കാണാൻ പറ്റും. കുഞ്ഞു കുഞ്ഞു ചെടികളിൽ വരെ കെട്ടി വെച്ചിട്ടുള്ള കാണാൻ പറ്റും. നല്ല ഭംഗിയിൽ കോൺ ഷേപ്പിലാണ് ഈ യുക്കിസുരി കെട്ടി വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്കിത് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നവംബർ മാസത്തിലാണ് ഈ യുക്കിസുരി കെട്ടി വെക്കുന്നത്. ആ ഒരു സമയത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ മഞ്ഞൊന്നും വീഴുന്നുണ്ടായിരിക്കില്ല. അപ്പോഴാണ് അവർ കെട്ടി തുടങ്ങുന്നുണ്ടാവുക. നവംബർ അവസാനം ആകുമ്പോഴേക്കും ഈ യുക്കിസുരി ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു സമയത്ത് പോയി കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് അവർ കെട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന പൈൻ ട്രീസിനെ പറയുന്നത് കരാസാക്കി പൈൻ ട്രീ എന്നാണ്. ഏറ്റവും ഫേമസ് ആണ് കേട്ടോ ഇത്. കനാസാവ സ്റ്റേഷനിൽ നമുക്ക് സ്റ്റാമ്പ് ഒക്കെ കിട്ടുന്ന സമയത്ത് വരെ ഇതാണ് അവിടെ നമുക്ക് പിക്ചർ ആയിട്ട് കിട്ടുക. ഐക്കോണിക് വിന്റർ സീൻ ഓഫ് കനാസാവ എന്ന് പറയുന്നത് ഈ കരാസാക്കി പൈൻ ട്രീയിൽ ഇങ്ങനെ യുക്കിസുരി കെട്ടിവെച്ചിരിക്കുന്നതാണ്. ഈ ഗാർഡന്റെ ഒരു 20% മാത്രമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് അത്രേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയിരുന്നു. തലേ ദിവസം വന്ന് ഏകദേശം ഒരു പകുതിയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ രാത്രി വേറൊരു ഭംഗിയാണ് നമുക്കിത് കാണാനായിട്ട് ലൈറ്റ് അപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അതിന്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യാം. അതിനകത്ത് ഞങ്ങൾ എൻട്രി ചെയ്ത വഴി കൂടെ തന്നെയല്ല ഞങ്ങൾ തിരിച്ചിറങ്ങിയത്. വേറെ ഏതേനൊക്കെ പോയിട്ട് വേറെ ഏതോ ഒരു വഴിയിലൂടെയാണ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഞങ്ങൾ ഒരു ഷ്രൈൻ ഒക്കെ കണ്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നവംബറോട് കൂടിയാണ് ഈ യുക്കിസുരി കെട്ടി തീരുന്നത്. അതിനുശേഷം ഡിസംബർ മുതൽ നമുക്ക് മാർച്ച് വരെ എപ്പോ പോയി കഴിഞ്ഞാലും ഈ യുക്കിസുരി നമുക്ക് കാണാൻ പറ്റും. മാർച്ചിന് ശേഷം ഈ മഞ്ഞുവീഴ്ചയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞു, വേറെ റിസ്ക് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് അവർ അത് അഴിച്ചു കളയുന്നുണ്ടായിരിക്കുക. ജപ്പാനിൽ സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മിക്ക റെയിൽവേ സ്റ്റേഷനിലും പല സ്ഥലങ്ങളിലും ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സ്റ്റാമ്പ് കിട്ടും. അവിടെ നിന്നൊക്കെ നമുക്ക് സ്റ്റാമ്പ് കളക്ട് ചെയ്ത് നമ്മൾ പോയ ഡേറ്റ് ഒക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു ഓർമ്മയായിരിക്കും. അതുപോലെ ഈ കനാസാവ സ്റ്റേഷന്റെ സ്റ്റാമ്പിനകത്ത് എക്സാക്ട്ലി ഈ ഒരു പിക്ചർ ആണ് കേട്ടോ ഉള്ളത്. ഞാൻ ആ സ്റ്റാമ്പ് ഇതിന്റെ അവസാനം കാണിക്കാം.
ഞങ്ങള് താമസിക്കുന്നത് ഒസാക്കയാണ്. ഇവിടെ അങ്ങനെ മഞ്ഞൊന്നും പെയ്യില്ല. വല്ലപ്പോഴും ഇത്തിരി മഞ്ഞ് പെയ്യും. അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് മഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് ഈ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. ഇതെന്റെ 31ാമത്തെ വയസ്സാണ് ട്ടോ. ഞാൻ ഇപ്പഴാണ് ആദ്യമായിട്ട് മഞ്ഞ് കാണുന്നത്. എന്തോ എന്റെ ആഗ്രഹം പോലെ തന്നെ താമസിച്ച 3 ദിവസവും കംപ്ലീറ്റ് മഞ്ഞ് പെയ്തോണ്ടിരിക്കുകയായിരുന്നു. നമ്മള് കൊട പിടിച്ചിട്ട് വേണമായിരുന്നു നടക്കാന്. അത്രയധികം മഞ്ഞ് പെയ്തോണ്ടിരിക്കുകയായിരുന്നു.